പത്തനംതിട്ട മണ്ണാറമലയിൽ നവജീവൻ എന്ന പേരിൽ പലചരക്ക് കട നടത്തി വരികയാണ് കെ.വി. ജോസഫ് എന്ന 79-കാരൻ. ഇന്നലെ വൈകുന്നേരം 4:30 ഇരുചക്ര വാഹനത്തിൽ എത്തിയ 2 പേർ ചേർന്ന് ഇദ്ദേഹത്തെ ആക്രമിച്ച ശേഷം 2.5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല കവർന്നത്. ഞാൻ ഇവിടെ കടിഞ്ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇവൻ വന്നു, ഒരു സിഗരറ്റ് വേണമെന്ന് പറഞ്ഞു. ഞാൻ ആ സിഗരറ്റ് എടുത്ത് കൊടുക്കാനായിട്ട് അകത്തോട്ട് കയറി. സിഗരറ്റിൻ്റെ കവർ പൊട്ടിച്ചെടുക്കുമ്പം എടുത്ത് വെളിയിലോട്ട് വരിക. അവൻ കള്ളുകുപ്പി എൻ്റെ മുഖത്ത് തളിക്കുകയായിരുന്നു. തളിച്ചിട്ട് എന്നെ മാലയ്ക്ക് പിടിക്കുകയായിരുന്നു. മാലയ്ക്ക് പിടിച്ചു, അവൻ പിടിച്ചപ്പോൾ ഞാനും പിടിച്ചു. അങ്ങനെ ഇവിടെ കിടന്ന് ഉണ്ടക്കാരനും പിടിച്ചു. അവൻ മുക്കാൽ ഭാവം അവൻ കൊണ്ടുപോയി. ബാക്കി എന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. ഞാൻ ഒരു പ്രായത്തിൽ ഉരുണ്ട് എണ്ണീച്ച് രക്ഷപ്പെട്ട് ഓടിയുമായിരുന്നു. അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടത്. അല്ലെ അവൻ എന്നെ കൊല്ലുമെന്ന്. കണ്ണിന് പലക്കെ ഹെൽമെറ്റ് വെച്ച് അടിച്ചതാണ്. അവൻ ഹെൽമെറ്റ് ദേഹത്തും കണ്ണിനും എല്ലാം അടിച്ചു. ഇന്നലെ വൈകുന്നേരം 4:30 സംഭവം. ജിജോ മോൻ ഓടിച്ചിരുന്ന സ്കൂട്ടറിലാണ് അനീഷ് കുമാർ എത്തിയത്. ഇരുവരും ഹെൽമറ്റ് ധരിച്ചിരുന്നു. പിടിവലിക്കിടെ അനീഷ് ഹെൽമറ്റ് ഊരി കെ.വി. ജോസഫിന്റെ മുഖത്തടിച്ചു. ശേഷമാണ് മാല പൊട്ടിച്ചു കടന്നത്. മാലയിൽ പിടിയിട്ട് ജോസഫിന് കിട്ടിയത് ഇത്ര മാത്രമാണ്. ഇത്രയും കിട്ടി. ഇന്നലെ ഇത്രയും കൂടെ കിട്ടി. ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇത്രയും ഇന്നലെയും കിട്ടി. വിവരമറിഞ്ഞ നാട്ടിലെ ചെറുപ്പക്കാരിൽ ചിലർ വാഹനമെടുത്ത് മോഷ്ടാക്കളുടെ പിന്നാലെ കൂടി. അഴൂരിൽ വെച്ച് ഇരുവരെയും പിടികൂടി. പിന്നീട് പോലീസിന് കൈമാറി. ജോസഫിന്റെ വീടിന് സമീപം ടിപ്പർ ലോറിയിലെത്തി മണ്ണെടുത്ത ആളാണ് 1-ാം പ്രതി അനീഷ് കുമാർ. കഴിഞ്ഞ ദിവസങ്ങളിൽ കടയിലെത്തി സാധനങ്ങളും വാങ്ങിയിരുന്നു. മാലയണിഞ്ഞ് ഷർട്ട് ധരിക്കാതെ ജോസഫ് കടയിൽ നിൽക്കുന്നത് കണ്ട് മോഷണത്തിന് പദ്ധതിയൊരുക്കി. ജിജോ മോനെ ഒപ്പം കൂട്ടി എത്തുകയായിരുന്നുവെന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.